ഇറാൻ ഭരണകൂടത്തിനും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കും ഇനി നിർണായക നാളുകൾ. ഇറാനെതിരെ ശക്തമായ നീക്കത്തിന് US സൈന്യം തയ്യാറെടുക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഖമേനിയെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 പിന്നിട്ടതോടെയാണ് ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്നും ട്രംപ് പറഞ്ഞു. പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിരുന്നു. അതേസമയം ഇറാനിയൻ സുരക്ഷാ സേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റസ് പഹ്ലവി രംഗത്തെത്തി. സുരക്ഷാ സേനയ്ക്ക് പുറമെ സർക്കാർ ജീവനക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുരക്ഷാ സേനകളിലെ അംഗങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും മുന്നിൽ 2 വഴിയുണ്ട്: ജനങ്ങൾക്കൊപ്പം അണിനിരക്കുക, അല്ലെങ്കിൽ കൊലപാതകികളുമായി കൂട്ടുകൂടുക എന്ന് റസ പഹ്ലവി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഇറാനെ അസ്ഥിരപ്പെടുത്താൻ കലാപകാരികളെയും തീവ്രവാദികളെയും പ്രേരിപ്പിച്ചുകൊണ്ട് US-ഉം ഇസ്രയേലും അശാന്തിക്ക് ഇന്ധനം നൽകുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ആരോപിക്കുകയുണ്ടായി. ഇറാന്റെ ശത്രുക്കൾ രാജ്യത്ത് കുഴപ്പവും ക്രമക്കേടും വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞായറാഴ്ച സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു. അക്രമാസക്തമായ ഘടകങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടു. അതേസമയം സമാധാനപരമായ വിയോജിപ്പിലേക്ക് ഒരു അനുരഞ്ജന സ്വരം പ്രകടിപ്പിക്കാൻ പെസഷ്കിയാൻ ശ്രമിച്ചു. ആളുകൾക്ക് ആശങ്കകളുണ്ട്, നമ്മൾ അവരോടൊപ്പം ഇരിക്കണം, അത് നമ്മുടെ കടമയാണെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏറ്റവും ഉയർന്ന കടമ ഒരു കൂട്ടം കലാപകാരികൾ വന്ന് മുഴുവൻ സമൂഹത്തെയും നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നതാണ്. ഇറാനിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ കർശന നിലപാടിനെ ആവർത്തിച്ചു. ചില പ്രകടനക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ തന്ത്രങ്ങൾക്ക് സമാനമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനി ആരോപിച്ചു. കൊലപാതകങ്ങളും തീവെപ്പ് ആക്രമണങ്ങളും ആരോപിച്ചു. കൂടാതെ ഇതുവരെ 2600-ൽ അധികം ജനങ്ങളെ തടങ്കലിൽ ആക്കിയിട്ടുണ്ടെന്നാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. അതേസമയം മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്തു നിൽക്കുകയാണെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നത്. ട്രംപിനോട് കളിക്കാൻ നിൽക്കരുതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇറാനിൽ US-ന്റെ സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രയേലും അതീവ ജാഗ്രതയിലാണ്. ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചു എന്നാണ് വിവരം. ഇറാനിൽ US നടത്തിയേക്കാവുന്ന സൈനിക ഇടപെടലിന്റെ സാധ്യതയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതാണ് വിവരം. US ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയേക്കുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.